ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ 2024 നടന്ന, അതായത് 2024 ഓഗസ്റ്റ് 27 നടന്ന റിപ്പോർട്ടർ ഗ്രേഡ് 2 ലെജിസ്ലേച്ചർ സെക്രട്ടറിയിലേക്ക് വേണ്ടി നടന്ന റിപ്പോർട്ടർ ഗ്രേഡ് 2-ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ചെയ്യുന്നത്. സോ ഇത് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് ആൽഫ കോഡ് എന്ന് പറയുന്നത് കോഡ് എ ആണ് കേട്ടോ. കോഡ് എ ആണ്. ഫൈനൽ ആൻസർ കീ വെച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ ഇതിൽ 10 ക്വസ്റ്റ്യൻസ്, ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് ആണ് ജി കെ വരുന്നത്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് ജി കെ ക്വസ്റ്റ്യൻസ് ആണ്. അതിനുശേഷം 11 മുതൽ 60 വരെയുള്ള ക്വസ്റ്റ്യൻസ് പോസ്റ്റുമായിട്ട് റിലേറ്റഡ് ആണ്. അത് റിപ്പോർട്ടർ ഗ്രേഡ് 2 അതിൻ്റെ സിലബസ്, അതിൻ്റെ ടെക്നിക്കൽ നോളജുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. 61 മുതലുള്ള ക്വസ്റ്റ്യൻസ്, 61 മുതൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 79 വരെ, അല്ലേ, 80 വരെ മലയാളമാണ്. ഓക്കെ, മലയാളം. പിന്നെ 81 മുതൽ 100 വരെ ഇംഗ്ലീഷും. സോ നിങ്ങൾ കോമൺ ആയിട്ട് ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമുകൾ നോക്കുന്നവരാണെങ്കിൽ എന്താണ്, ഇതൊരു നല്ല ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റിയൊരു പേപ്പറാണ് റിപ്പോർട്ടർ ഗ്രേഡ് 2-ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസ്കഷനിലേക്ക് പോകാം. ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുമ്പേ ക്വസ്റ്റ്യൻ പേപ്പർ ടെലഗ്രാമിലുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അവിടെ സെർച്ച് ചെയ്താൽ മതി. ടെലഗ്രാമിൽ കയറിയിട്ട് സോൾവിറ്റിൻ്റെ ചാനൽ കയറിയിട്ട് ചെയ്താൽ മതി. അവിടെ സെർച്ച് ചെയ്താൽ റിപ്പോർട്ടർ ഗ്രേഡ് 2 ഒന്ന് സെർച്ച് ചെയ്താൽ അവിടെ കിട്ടും. വിത്ത് ഫൈനൽ ആൻസർ കീ ആണ്. താഴെ ഏറ്റവും അടിയിലായിട്ട് ആൻസർ കീ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ഒന്ന് പറയാം. നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആൻസർ കറക്റ്റ് നിങ്ങൾക്ക് അറിയാവോ കിട്ടുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക ഒന്ന് നോക്കുക. ഓക്കെ, ഞാൻ ആൻസർ പറയുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കടക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, എക്സാമിൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ഹിമാലയാസ്, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ്. താഴെ തന്നിട്ടുള്ള ഹിമാലയാസിനെ പറ്റി പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടുപിടിക്കാൻ നോക്കി നോക്കുക. പിന്നെ ആൻസർ നടന്നത് ഒന്ന് മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ കേട്ടോ. ഹിമാദ്രി ഈസ് ദ ഹയസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഓഫ് ദി ഹിമാലയൻ റേഞ്ചസ്. അതായത് ഹിമാലയൻ റേഞ്ചസിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള മൗണ്ടൻ റേഞ്ചാണ് ഇത് ഹിമാദ്രി. ഇനി ദ ആവറേജ് അൾട്ടിറ്റ്യൂഡ് ഓഫ് ഹിമാദ്രി ഈസ് 4000 മീറ്റർ എന്നുള്ളത് തെറ്റാണ്. അത് 6000 മീറ്റർ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് അത് തെറ്റിയത്. ഇനി ദ സിവാലിക് റേഞ്ചസ് സിറ്റുവേറ്റഡ് ടു ദ നോർത്ത് ഓഫ് ഹിമാചൽ റേഞ്ചസ്, അതും തെറ്റാണ്. അത് ഞാൻ താഴെ പറയുന്നുണ്ട് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. സോ ഇതിൽ പഠിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഹിമാലയത്തിൽ 3 പാരലായിട്ടുള്ള പർവ്വതനിരകളാണ് ഉള്ളത്. ഹിമാലയത്തിലെ 3 സമാന്തര പർവ്വതനിരകളാണ് ഈ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഓക്കെ, ഇത് ഈ ഓർഡറിൽ തന്നെ പഠിക്കണം കേട്ടോ. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. കാരണം എന്താ, ഏറ്റവും നോർത്ത് ഉള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്നത്, ഏറ്റവും മുകളിൽ വരുന്നത് നോർത്ത്. ഏറ്റവും സൗത്ത് തെക്കുള്ളതാണ് ഏത്, ഏറ്റവും താഴെ വരുന്നത് ശിവാലിക് എന്ന് പറയുന്നത്. സോ ഏറ്റവും നോർത്ത് വടക്ക് റീജിയനാണ് ഏത്, ഹിമാദ്രി. അത് തന്നെയാണ് ഏറ്റവും ഹയസ്റ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ ഇതിലേറ്റവും ഹയസ്റ്റ് മൗണ്ടൻ റേഞ്ചാണ് ഏത്, ഹിമാദ്രി. പിന്നെ അതിൻ്റെ ഇടയിൽ വരുന്നതാണ് ഹിമാചൽ. ഏറ്റവും തെക്ക് ഭാഗത്തായിട്ട് വരുന്നതാണ് ശിവാലിക്. ഇനി ഹിമാദ്രിയുടെ പ്രത്യേകത പറഞ്ഞു. ഹിമാദ്രിയൊക്കെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് ഈ 3 ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാദ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി പറഞ്ഞു, വടക്കേ അറ്റത്തുള്ളതാണ്. 6000 മീറ്ററാണ് ഏകദേശ ശരാശരി ഉയരം എന്ന് പറയുന്നത്. ഇനി അതിന് വേറെ 2 പേര് കൂടി ഉണ്ട്. ഏത്, ഗ്രേറ്റർ ഹിമാലയ എന്ന് പറയും, ഇന്നർ ഹിമാലയ എന്നും കൂടി പറയും. ഓക്കെ, മറന്നുപോയത്. ഇന്നർ ഹിമാലയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഡൗട്ട് വരരുത്, എന്താണ് താഴോട്ടുള്ളത് ഇന്നർ എന്നുള്ളത്, അങ്ങനെ ഒരിക്കലും ഇത് ഏറ്റവും ഗ്രേറ്റർ ഹിമാലയ ആണ് ഏത്, ഈ ഹിമാദ്രി എന്നുള്ളത്. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഏതാണ്, ഈ ഹിമാദ്രിയാണ്. നട്ടെല്ല് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഏറ്റവും ഹയസ്റ്റ് പവർഫുൾ എന്നൊക്കെ പറയുന്ന ഒന്നായിരിക്കുമല്ലോ നട്ടെല്ല് എന്ന് പറയുന്നത്. ഇനി ലോകത്തിലെ മിക്കവാറും എല്ലാ ഉയർന്ന കൊടുമുടികളും ഈ പർവ്വതനിരയിലാണ്. ഓൾറെഡി പറഞ്ഞതാണ്. അതായത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള മൗണ്ടൻ നിരകളൊക്കെ വരുന്നത് ഏതാണ്, കൊടുമുടികളൊക്കെ വരുന്നത് ഈ പർവ്വതനിരയിലാണ്. എവറസ്റ്റ് മുതൽ എല്ലാം വരുന്നത്. ഓക്കെ, അപ്പോൾ ഹിമാദ്രിയാണ്. ഹിമാദ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ട് താഴെ വരുന്ന തെക്ക് ഭാഗത്ത് വരുന്ന, അതിൻ്റെ തെക്ക് ഭാഗത്ത് വരുന്നതാണ് ഏത്, ഹിമാചൽ. ഓക്കെ, ഹിമാചൽ. അപ്പോൾ ഹിമാദ്രിക്ക് തെക്ക് ഭാഗത്തായിട്ട് വരുന്നതാണ് ഹിമാചൽ. ഇനി ഹിമാചലിൻ്റെ ശരാശരി ഉയരം നടന്നത് 6000-ന് നേരെ പകുതി, എത്രയാ, 3000. ഇനി അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഇത് ലെസ്സർ ഹിമാലയ അല്ലെങ്കിൽ മിഡിൽ ഹിമാലയ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ലെസ്സർ ഹിമാലയ, മിഡിൽ എന്നുള്ളത് നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടും, കാരണം മിഡിലാണ് വരുന്നത്. ലെസ്സർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഏറ്റവും താഴെ എന്നായിട്ട് എന്ത് ചെയ്യും, അവിടെയും കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇത് രണ്ടും മാറിപ്പോരുത്. ഓക്കെ, ഹിമാചലാണ് ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്നത്. അതേപോലെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഇന്നർ ഹിമാലയ എന്നറിയപ്പെടുന്ന ഏതാണ്,
അത് ഹിമാദ്രിയാണ്. അത് രണ്ടും കൺഫ്യൂഷൻ ആയപ്പോൾ അത് നന്നായിട്ട് തന്നെ പഠിക്കും. ഇനി ഹിമാചലിൽ കുറേ പ്രത്യേകത ഉണ്ട്. ഹിമാചൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ഫസ്റ്റ് വരുന്നത് എന്താ? ഹിമാചൽ പ്രദേശാണ് അല്ലെ. ഹിമാചൽ പ്രദേശ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഒത്തിരി എന്താണ് നല്ല സുഖവാസ കേന്ദ്രങ്ങളൊക്കെ ഉള്ള സ്ഥലമല്ലേ ഹിമാചൽ പ്രദേശ്. സോ അതിൽ വരുന്നതാണ് കാശ്മീർ താഴ്വരകൾ, ലാഹുൽ, സ്പിറ്റി, ഗാഗ്ര, കുളു മണാലിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതേപോലെ സിംല, മുസൂറി, നൈനിറ്റാൾ, അൽമോറ, ഡാർജിലിംഗ്. അപ്പോൾ ഈ സുഖവാസ കേന്ദ്രങ്ങളൊക്കെ വരുന്നത് എവിടെയാണ്? ഈ ഹിമാചലിലാണ്. ഓക്കെ, അപ്പോൾ ഹിമാചൽ പ്രദേശമായിട്ടൊന്ന് എന്ത് ചെയ്താൽ മതി, അവിടെ നിന്ന് കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഹിമാചലാണെന്നുള്ള അവിടെ കിട്ടും. അതേപോലെ തന്നെ പർവ്വതനിരകൾ, ഇതിൽ വരുന്ന പർവ്വതനിരകളിലെ 2-3 പേര് നിങ്ങൾ ഓർത്ത് വെക്കണം. ഒന്ന് പീർ പഞ്ചൽ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പീർ പഞ്ചൽ ഹിമാചലിൽ ഏറ്റവും വലിയ ഒരു പർവ്വതനിരയാണ് ഈ പീർ പഞ്ചൽ എന്ന് പറയുന്നത്. അതേപോലെ മഹാഭാരതം ഇമ്പോർട്ടൻ്റ് ആണ്. ദൗലാധറും നാങ്തിബയും ഒന്നും അത്ര ചോദിച്ചു കണ്ടില്ല. എന്നാൽ പീർ പഞ്ചലും മഹാഭാരതം എന്തായാലും ഓർത്ത് വെക്കണം. അത് ഏതിൽ വരുന്നതാണ്? ഹിമാചലിൽ വരുന്ന എന്താണ് പർവ്വതനിരകളിൽപ്പെട്ടാണ്. ഹിമാദ്രിയിൽ ഏറ്റവും ഉയരമുള്ള കുറേ എണ്ണം ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിൻ്റെ പേരൊന്നും ഞാൻ കൂടുതലായിട്ട് പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ റാങ്ക് ഫയലിൽ നോക്കിയിട്ട് എന്ത് ചെയ്യണം, അവിടുന്ന് പഠിച്ചോണം. ഓക്കെ, അതിൽ ഒത്തിരി വരുന്നു. അന്നപൂർണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി വലിയ എവറസ്റ്റ് മുതൽ അങ്ങനെ ഒത്തിരി എണ്ണം വരുന്നുണ്ട് ഹിമാദ്രിയിൽ. ഇനി അടുത്തത് ശിവാലിക്കാണ് ലാസ്റ്റ് അല്ലേ, ഏറ്റവും താഴെ വരുന്നത് ശിവാലിക്കിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എന്താ, ഹിമാലയ നിരകളിലെ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വതനിരകളാണ് ഇത് ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്ന ഈ ശിവാലിക്. ഓക്കെ, ഔട്ടർ ഹിമാലയ. അപ്പോൾ ഇതിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 1220. അപ്പോൾ 6000 പഠിച്ചു, 3000 പഠിച്ചു. 3000 നേരെ പകുതി 1500 അടുത്ത് എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ 1220 ഏകദേശം കിട്ടും. ഈ ശിവാലിക്കിൻ്റെ ഒരു പ്രത്യേകത, ശിവാലിക് പർവ്വതനിരക്ക് ലംബമായിട്ട് നീളമേറിയതും വിസ്തൃതമായി കാണപ്പെടുന്ന താഴ്വരകളുണ്ട്. ആ താഴ്വര വിളിക്കുന്ന പേരാണ് എന്ത്? ഡ്യൂൺസ്. ഓക്കെ, ഡ്യൂൺസ്. ആ ഡ്യൂൺസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്യൂണാണിത് ഡെറാഡൂൺ. ഓക്കെ, ഡെറാഡൂൺ മറന്നു വേണ്ട. അപ്പോൾ ഇതും അങ്ങോട്ട് എന്ത് ചെയ്യുക, അത് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. രണ്ടാമത്തെ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് പെനിൻസുല റിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിലേതൊക്കെയാണ് കറക്റ്റ് എന്നല്ല ചോദിച്ചത്. ഇത് പറയാം, സെലക്ട് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ. ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കാം. ഹിമാലയ പെനിൻസുല റിവേഴ്സിൻ്റെ കാര്യമാണ് പറയട്ടെ. ഉപദ്വീപീയ നദികളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ആസ് ദീസ് ആർ റെയിൻ ഫെഡ് റിവേഴ്സ്, അതായത് മഴ കൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഈ ഇതിൽ റിവേഴ്സിൽ വെള്ളം ഉണ്ടാകുന്നത്. ദി വാട്ടർ ഫ്ലോ ഇൻ ദീസ് റിവേഴ്സ് ഡിക്രീസസ് ഇൻ സമ്മർ, അതായത് വേനൽക്കാലമാകുമ്പോൾ ഇതിൽ വെള്ളം കുറയുമെന്നാണ് അവർ പറയുന്നത്. ഇത് ശരിയാണ്. കാരണം എന്താ, ഇത് ഈ പെനിൻസുല റിവേഴ്സിലൊക്കെ വെള്ളം എത്തുന്നത് എന്താണ്, മഴ പെയ്തിട്ടാണ് അധികം വെള്ളം എത്തുന്നത്. അപ്പം വേനൽക്കാലമാകുമ്പോൾ പൊതുവെ എന്ത് ചെയ്യും, മഴ കുറവായിരിക്കും. സോ ഇതിലെന്ത് ഉണ്ടാവില്ല, വെള്ളം കുറവായിട്ട് വരും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയാണ്. ഇനി രണ്ടാമത്തതോ, പെനിൻസുല റിവേഴ്സ് ഡു നോട്ട് ക്രിയേറ്റ് ഡീപ്പ് വാലീസ് ആസ് ദേ ഫ്ലോ ത്രൂ ഹാർഡ് ആൻഡ് റെസിസ്റ്റൻറ്റ് റോക്സ്. അതായത് ഡീപ്പ് വാലീസ്, അതായത് ഈ പെനിൻസുലാർ ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത് വളരെ ഗർത്തങ്ങളേറിയ താഴ്വരകൾ ഉണ്ടാക്കുന്നില്ല, ഡീപ്പ് വാലീസ് ഉണ്ടാക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇതിനൊരു കാരണമുണ്ട്. എന്താണ്, അത് നല്ല കട്ടിയുള്ള റോക്സിൽ കൂടിയാണ് ഇത് ഒഴുകുന്നത്. ഇതും എന്താണ് കറക്റ്റ് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇത് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് കറക്റ്റാണ്. അപ്പോൾ ഈ പെനിൻസുല റിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞുതരാം. പെനിൻസുല റിവേഴ്സ് അല്ലെങ്കിൽ ഉപദ്വീപീയ നദികളിലെ നീരൊഴുക്ക്, അതിലെ വെള്ളം നിറഞ്ഞത് മൺസൂൺ മഴയെന്നാണ് ആശ്രയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വേനൽക്കാലത്ത് എന്തായിരിക്കും, വെള്ളം വളരെ കുറവായിരിക്കും. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് കേട്ടോ. കാരണം ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക മിക്കവാറും നദികളുടെ പ്രത്യേകത തന്നിട്ട് ഇത് ഹിമാലയൻ നദിയാണോ ഉപദ്വീപീയ നദിയാണോ എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ മുന്നേ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഉപദ്വീപീയ നദീവ്യൂഹം ഹിമാലയൻ നദീവ്യൂഹത്തെക്കാൾ പഴക്കമുള്ളതാണ്. ഇത് ചിലപ്പോൾ പഠിക്കാത്ത ഒരാൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു ഭാഗമാണ് കേട്ടോ. ഈ ഉപദ്വീപീയ നദീവ്യൂഹമാണ് ഹിമാലയൻ നദീവ്യൂഹത്തെക്കാൾ പഴക്കേറിയത്. മുമ്പേ നിലനിൽക്കുന്നത് ഈ ഉപദ്വീപീയ നദീവ്യൂഹമാണ്. ഇനി കാഠിന്യമേറിയ ശിലകളിലൂടെയാണ് ഒഴുകുന്നത്, ഓൾറെഡി നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, ആഴമേറിയ താഴ്വരകൾ ഇത് എന്ത് ചെയ്യുന്നില്ല, സൃഷ്ടിക്കുന്നില്ല. പിന്നെയുള്ളത് ഈ പശ്ചിമഘട്ടം. നമ്മൾ ഇന്ത്യയുടെ മാപ്പ് ജസ്റ്റ് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പശ്ചിമഘട്ടത്തിൻ്റെ ഒരു കേസ് വരുന്നുണ്ട്. അപ്പോൾ പശ്ചിമഘട്ടം ഈ 2 ഉപദ്വീപീയ നദികളെ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് നദികൾ ഇങ്ങോട്ടേക്ക് വിടുന്നുണ്ട്, കുറച്ച് നദികൾ ഇങ്ങോട്ടേക്ക് വിടുന്നുണ്ട്. അതായത് 2 ഭാഗത്തോട്ടായിട്ട് ഉപദ്വീപീയ നദികളെ ഒഴുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്താകും, പടിഞ്ഞാറോട്ട് വരുന്നതൊക്കെ അറബിക്കടലിലേക്ക് പോകും, കിഴക്കോട്ട് പോകുന്നതൊക്കെ ബംഗാൾ ഉൾക്കടലിലേക്കും മാറ്റും. അപ്പോൾ ഉപദ്വീപീയ നദികളെ ബംഗാൾ ഉൾക്കടലിലേക്കും അതേപോലെ അറബിക്കടലിലേക്കും വേർതിരിക്കുന്ന ഒരു വിഭാജക ഘടകമായിട്ട് മാറുന്നത് ഏതാണ്, ഈ പശ്ചിമഘട്ട മലനിരകളാണ്. ഓക്കെ, ഇനി അടുത്തത്, ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. കൃത്യമായ ഗതി, അതേപോലെ മിയാൻഡറുകളുടെ അഭാവം, വറ്റിപ്പോകുന്ന അവസ്ഥ, ഇവയാണ് ഉപദ്വീപീയ നദികളുടെ മെയിൻ പ്രത്യേകതകൾ.
ഈ 3 പ്രത്യേകതകളെ നന്നായിട്ടൊന്ന് പഠിച്ചു നോക്കണം. അതായത് ഉപദ്വീപൻ നദികൾക്ക് എന്തുണ്ട്, കൃത്യമായിട്ടുള്ള ഒരു ഗതിയുണ്ട്, അതായത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫ്ലോ, ഒരു പാറ്റേൺ ഉണ്ട്. അതേപോലെ മിയാൻഡറുകൾ നിങ്ങൾ ആ ഒരു ടേംസ് ജോഗ്രഫിയിൽ പഠിക്കണം. അങ്ങനത്തെ കുറച്ച് മിയാൻഡറുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടേംസ് ഉണ്ട്. ഓക്കെ, ഓക്സ്ബോ ലൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഒരു നദി ഫോം ചെയ്യുന്ന എന്താണ് ശിലാരൂപങ്ങളൊക്കെയാണ്. ഇനി വറ്റിപ്പോകുന്ന അവസ്ഥ, ഈ 3 എന്താണ്, ഏതിൻ്റെ പ്രത്യേകതയാണ്? ഉപദ്വീപീയ നദികളുടെ പ്രത്യേകതയാണ്. ഇനി ഉപദ്വീപീയ നദികളിൽ മെയിനായിട്ട് നർമ്മദ, താപ്തി ഇവയാണ് ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദികൾ. അതും ഒരു പോയിൻ്റാണ്. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഉപദ്വീപീയ നദികളാണ് ഇതൊക്കെ, നർമ്മദയും അതേപോലെ താപ്തിയും. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് അല്ലെങ്കിൽ ആർ കറക്റ്റ് അബൌട്ട് ഇന്ത്യസ് 5 ഇയർ പ്ലാൻസ്? ഇന്ത്യൻ്റെ 5 ഇയർ പ്ലാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഏതൊക്കെയാണ് കറക്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തത്, ദ ഫൈനൽ ഡ്രാഫ്റ്റ് ഓഫ് 5th 5 ഇയർ പ്ലാൻ വാസ് പ്രിപ്പയർഡ് ആൻഡ് ലോഞ്ച്ഡ് ബൈ DP ധർ. DP ധറാണ് 5th 5 ഇയർ പ്ലാനിൻ്റെ എന്താണ് ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഇനി ഗ്രീൻ റവല്യൂഷൻ വാസ് സ്റ്റാർട്ടഡ് ഡ്യൂറിങ് ദ 5th 5 ഇയർ പ്ലാൻ. അല്ല, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതൊക്കെ പ്രീവിയസ് ആണ് കേട്ടോ. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. അടുത്തത് 3ാമത്തെ ക്വസ്റ്റൻ, ടാർഗറ്റ് ഗ്രോത്ത് ഓഫ് 8th 5 ഇയർ പ്ലാൻ വാസ് 5.6% ആൻഡ് ദി ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് വാസ് 6.8%. അതും എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് ടാർഗറ്റിനേക്കാൾ കൂടുതൽ ഗ്രോത്ത് കിട്ടിയത് നമ്മൾ പഠിച്ചു നോക്കാറുണ്ട് വേറെ തന്നെയായിട്ട്. ഓക്കെ, അതിൽ വരുന്നതാണ് ഏത്, ഈ 8th 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ 5 ഇയർ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ടേബിൾ ഞാനിവിടെ കൊടുക്കാം. 1ാമത്തെ പഞ്ചവത്സര പദ്ധതി 5 ഇയർ പ്ലാൻ ഏതിനാണ് ഊന്നൽ കൊടുത്തത്? ഒന്ന് കാർഷിക മേഖലയ്ക്കാണ്, 2ാമത്തത് വ്യാവസായിക മേഖലയ്ക്കാണ്. ഓക്കെ, ഓർത്തോക്കണേ, എല്ലാം ഞാൻ പറയുന്നില്ല. 5ാമത്തെ പഞ്ചവത്സര പദ്ധതി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പോവർട്ടി അലിവിയേഷൻ എന്ന് പറയും. ഓക്കെ, അത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചാണ് ഏത്, ആ 5ാം പഞ്ചവത്സര പദ്ധതി ഉള്ളത്. ഇനി 8നൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ 8ഉം പൊട്ടും എന്ന് പറയില്ല, മനുഷ്യന്മാർ 8 പൊട്ടും തിരിയാത്തവരാണെന്ന്. അപ്പോൾ മാനവശേഷി വികസനം ഏതുമായിട്ട് ബന്ധപ്പെട്ടതാ? 8ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്. 9 അത് ഗ്രാമീണ വികസനവും വികേന്ദ്രിക ആസൂത്രണവുമായിട്ട് മാറും. ഓക്കെ, ഗ്രാമീണ വികസനവും വികേന്ദ്രിക ആസൂത്രണവും. ഇനിയുള്ളത് 11ഉം 12ഉം ആണ്. 11 എന്താണ്, സമഗ്ര വികസനം, 12 സുസ്ഥിര വികസനം. ഓക്കെ, അത് രണ്ടും തമ്മിൽ മാർക്ക് വരുന്നത്, സമഗ്ര വികസനം, സുസ്ഥിര വികസനം. ഇനി അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഓൾറെഡി ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താണ് കേട്ടോ. മാച്ച് ദ ഫോളോയിങ് ആണ്. അതായത് 1857 റിവോൾട്ടിൻ്റെ സമയത്തുള്ള ലീഡേഴ്സും അവരെവിടെയാണ് ആ റിവോൾട്ട് നയിച്ചതെന്നുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആൻസർ വരിക ഓപ്ഷൻ എന്താ, സി ആണ്. സി എന്ന് പറഞ്ഞാൽ 1B, നാനാ സാഹിബ് എവിടെയാണ്? നാനാ സാഹിബ് കാൺപൂർ. നയനം, കണ്ണ് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് ഒരു കോഡ് അവിടെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ 2D, മൗലവി അഹമ്മദുള്ള എവിടെയാണ്? 2D. ഞാൻ പറഞ്ഞു മൗലവി എന്നുള്ളതൊക്കെ ഒരു എന്താണ്, ഫായിസ് മൗലവി എന്നൊക്കെ നമ്മൾ ഇസ്ലാമിക് ടച്ച് ആയിട്ടുള്ള പേരല്ലേ. പിന്നെ 3ാമത്തത് ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ രണ്ടാമൻ എവിടെയാണ്? ഡൽഹിയിലാണ്. അത് പഠിക്കുന്നതാണ്. ഇനി ബീഗം ഹസ്രത്ത് മഹൽ 4ാമത്തത് എവിടെയാണ് വരുന്നത്? 4ാമത്തത് എവിടെ? സി, ലക്നൗ. ഞാൻ പറഞ്ഞിട്ട് താജ്മഹൽ കാണാൻ ഒരു ഭാഗ്യം വേണം, ലക്ക് വേണം എന്നുള്ളത്. സോ ഇതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇത് ഒത്തിരി ഭാഷ റിപ്പീറ്റ് ചെയ്താണ്. അതിൽ വരുന്ന എന്താണ്, വിപ്ലവത്തിലെ നേതാക്കളാണ് ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ. ഇതിനെ പഠിക്കുന്ന ഞാൻ കോഡൊക്കെ മുന്നേ ഒത്തിരി പറഞ്ഞതാണ്, എന്നാൽ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞിട്ട് വരാം. ഝാൻസിയിലും ഗ്വാളിയാറിലും റാണി ലക്ഷ്മിബായി, ഝാൻസി റാണി എന്നുള്ളത് ഓർത്തുവെക്കുക. ഇനി കൻവർ സിംഗ് എവിടെയൊക്കെ വരുന്നത്? ബീഹാറിലും ജഗദീഷ്പൂരിലും. ഓക്കെ, അത് ഞാൻ പറഞ്ഞിട്ട് സിംഗ് പാടുന്നത് എവിടെയാണ്? ഒന്ന് ബാറിലാണെങ്കിൽ പാടും, അല്ലെങ്കിൽ ജഗദീഷ്, നമുക്ക് സിനിമ നടൻ ജഗദീഷിൻ്റെ ആ ഒരു പാട്ടൊക്കെ, കോമഡി പാട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇനി ഡൽഹിയിലാണെങ്കിൽ ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷായും. ഇനി മീററ്റിലാണ് കദം സിംഗ്. കാൺപൂരിലാണെങ്കിൽ കണ്ണ്, നയനം, നാനാ സാഹിബ്, താന്തിയ തോപ്പി. ലക്നൗവിലാണെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്, ബീഗം ഹസ്രത്ത് മഹലിൻ്റെ താജ്മഹലിന് ഇവിടെ ഓർത്ത് വെക്കുക. അപ്പോൾ താജ്മഹലിന് ഓർത്ത് വെച്ചാൽ താജ്മഹൽ കാണാൻ ലക്ക് വേണം. അതേപോലെ തന്നെ ബീഗം ഹസ്രത്ത് മഹൽ വേറെ എവിടെയും കൂടി ഉണ്ട്, ആഗ്ര. താജ്മഹൽ വരുന്ന എവിടെയാണ്? ആഗ്രയിലാണ്. ഔദ്, ബീഗം ഹസ്രത്ത് മഹൽ വേറൊരു സ്ഥലമാണ് ഏത്? ഔദ്. ഇതൊക്കെ അടുത്തടുത്ത സ്ഥലങ്ങളാണ് കേട്ടോ, ഔദ്. ഇനി ഫൈസാബാദ് ഓൾറെഡി പറഞ്ഞു, ഫായിസ് മൗലവി എന്നുള്ള ഓർത്ത് വെച്ചാൽ മതി. ഇനി ബറേലിയിൽ ഖാൻ ബഹദൂർ ഖാൻ. ബറൗത്ത് പറഞ്ഞാൽ ഇതും ചോദിച്ചിട്ടുണ്ടേ, ഷാമാൾ. അത് ഞാൻ പറഞ്ഞിട്ട് ഗാനം, ഒരു ഗാനം കേൾക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടാവും? ഷാള് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടാവും? ചുറ്റുന്നുണ്ട്. ആ ഒരു രീതിയിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു ഇമേജ് കണ്ടു വന്നാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് കിട്ടും ഓരോ ഓപ്ഷൻ വരുമ്പോൾ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താ വരിക? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ്
എബൌട്ട് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഈസ് ആർ നോട്ട് കറക്റ്റ് കേട്ടോ. ഇത് കണ്ടോ, നോട്ട് കറക്റ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ വട്ട് കെട്ടിട്ട് വേണം എന്ത് ചെയ്യുക, ഇനി അങ്ങോട്ട് ചെയ്തു തുടങ്ങാം ഏതാ കറക്റ്റ് അല്ലാത്തതെന്നുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് വായിച്ചു നോക്കാം. ഇതിൽ ഒന്ന്, ദ പബ്ലിക് ഇൻക്ലൂഡിങ് വുമൺ ബേൺഡ് ഫോറിൻ ക്ലോത്ത്സ് ഓൺ ദ സ്ട്രീറ്റ്. അതായത് സ്ട്രീറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ ഫോറിൻ ക്ലോത്ത് കത്തിച്ചിട്ടുണ്ടായിരുന്നു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ അത്. ഇനി ഫാമേഴ്സ് ഇൻ ഉത്തർപ്രദേശ് റെഫ്യൂസൽ ടു ക്യാരി ദ ലഗേജ് ഓഫ് കൊളോണിയൽ ഓഫീഷ്യൽ അവരുടെ ഓഫീസേഴ്സിൻ്റെ ലഗേജൊക്കെ ക്യാരി ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ടോ ഈ ഫാമേഴ്സ് വിസമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. പിന്നെ ചൗരി ചൗര ഇൻസിഡൻറ്റ് ടുക്ക് പ്ലേസ് ഇൻ 1922 ഇൻ ഗുജറാത്ത് ഉണ്ടോ, ഗുജറാത്തിലല്ല, അത് എവിടെയാണ് വരുന്നത്, യു പിയിലാണ് ചൗരി ചൗര. അപ്പോൾ ഇതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ തെറ്റ് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തെറ്റേതാ 3 മാത്രമാണ്, സി ആണ് ആൻസറായിട്ട് ഇവിടെ വരുന്നത്. ഇനി ഈ നോൺ കോപ്പറേഷൻ നിസ്സഹകരണ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. നിസ്സഹകരണ പ്രസ്ഥാന സമരം 2 തരം കർമ്മ പരിപാടികളാണ് എന്ത് ചെയ്യുന്നത് ആവിഷ്കരിച്ചത്. അതിലേതൊക്കെ വരിക, ഒന്ന് ബഹിഷ്കരണ പ്രസ്ഥാനമുണ്ട്, അതേപോലെ ക്രിയാത്മക പ്രവർത്തനമുണ്ട്. ബഹിഷ്കരിക്കുക എന്ന് വെച്ചാൽ എന്താ, ഒന്ന് വിദേശ വസ്ത്രങ്ങൾ അവർ ബഹിഷ്കരിച്ചു, അതുപോലെ നികുതി കൊടുക്കുന്നത് നിഷേധിച്ചു, അതേപോലെ പദവികളും ഉദ്യോഗങ്ങളൊക്കെ ഉപേക്ഷിച്ചു, പിന്നെ അതേപോലെ കോടതികളും ബഹിഷ്കരിച്ചു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫോറിൻ ക്ലോത്ത് എന്ത് ചെയ്തു, കത്തിച്ചു എന്നൊക്കെ പറയുന്നത്. ഓക്കെ. ഇനി ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് കേട്ടോ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ അല്ലേ ഈ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ജസ്റ്റ് ഒരു 1 വേർഡ് ക്വസ്റ്റ്യന് പകരമായിട്ട് സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഇങ്ങനെയുള്ള ഒരു കാര്യം എന്തൊക്കെയാണ് അന്ന് നടന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ക്രിയാത്മക പ്രവർത്തനങ്ങൾ വരുന്ന ഏതൊക്കെ വരുന്നത്, ഹിന്ദു മുസ്ലിം ഐക്യം, ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രധാന ഘടകമായിരുന്നത്. അതേപോലെ ഐത്തോച്ചാടനം, പിന്നെയുള്ളത് ഖാദി വസ്ത്രങ്ങളുടെ പ്രചരണം, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ. ആ ടൈമിൽ കുറച്ചധികം ദേശീയ വിദ്യാലയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട് ആ ടൈമിൽ 1920-21 കാലഘട്ടത്തിൽ. ഓക്കെ. 1920 എന്ത് ചെയ്യുന്നത് ഈ നോൺ കോപ്പറേഷൻ തുടങ്ങുന്നത്. അപ്പോൾ 22 ആയപ്പോൾ ഉത്തർപ്രദേശിൽ ഫെബ്രുവരി 5 ഒരു സംഭവം നടക്കും. എന്താ, അവിടെയുള്ള ചൗരി ചൗര എന്ന സ്ഥലത്തുള്ള ഒരു പോലീസ് സ്റ്റേഷൻ തീ വെക്കും. ഓക്കെ. അങ്ങനെ 1922 ഫെബ്രുവരി 5 എന്ത് ചെയ്യും, കുറേ പോലീസുകാർ 22 പോലീസുകാർ എന്ത് ചെയ്യും അവിടെ മരിച്ചു പോകും. അങ്ങനെ അത് ഇങ്ങനെ ഉള്ളൊരു കാരണം കൊണ്ട് എന്ത് ചെയ്യും, ഗാന്ധിജി അത് പിൻവലിക്കും നിസ്സഹകരണ പ്രസ്ഥാനം. അപ്പോൾ ഇത് പിൻവലിക്കുന്നതായിട്ട് വന്നപ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്, ചൗരി ചൗര സംഭവം നടന്നതിന് ശേഷം തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഗാന്ധിജി വിളിച്ചെന്തായിരുന്നു അറിയോ, ഹിമാലയൻ ബ്ലണ്ടർ എന്നാണ് വിളിച്ചത്. നമ്മളത് പെട്ടെന്ന് തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഗാന്ധിജിയാണ് നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങുന്നത്, എന്നിട്ട് ഗാന്ധിജി തന്നെയാണ് എന്ത് വിളിക്കുന്നത്, ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിളിക്കുന്നത്, ചൗരി ചൗര സംഭവത്തെ വിളിക്കുന്നത്. ഓക്കെ, അത് ഓർമ്മിക്കണേ. ഇനി ഗാന്ധിജി എന്ത് ചെയ്യും, നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കും. അങ്ങനെ പിൻവലിച്ചപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് എന്ത് വിളിക്കുമോ, ആ പിൻവലിച്ചത് ഒരു വലിയ ദേശീയ ദുരന്തമായിപ്പോയി എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാനുള്ള തീരുമാനത്തെ സുഭാഷ് ചന്ദ്രബോസാണ് എന്ത് വിളിച്ചത്, ദേശീയ ദുരന്തം എന്ന് വിളിച്ചത്. ഇനി 1922 സർദാർ വല്ലഭായ് പട്ടേൽ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. എന്താണ് അത്, സരാബന്ദി പ്രക്ഷോഭം. അതായത് നികുതി നൽകുന്നത് നിർത്തലാക്കിക്കൊണ്ടുള്ള ഒരു പ്രക്ഷോഭമാണ് എന്ത്, സരാബന്ദി. അപ്പോൾ സരാബന്ദി പ്രക്ഷോഭം നയിച്ചത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ, സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദി ഫോളോയിങ് ഇവൻറ്റ്. താഴെ തന്നിട്ടുള്ള ഏതാ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് വെച്ചാൽ ഏതാണ് ആദ്യം നടന്നത് ഏതാണ്, പിന്നെ ലാസ്റ്റ് നടന്നത് ഏതാണെന്നുള്ള ആ ഓർഡറിൽ പറയാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതാ വരിക, ഇതിലാദ്യം നടക്കുന്നത് അരുവിപ്പുറം കോൺസെക്രേഷനാണ്. പിന്നെ രണ്ടാമത് വരുന്നത് ഒന്ന് ഇതാണ്. രണ്ടാമത് വരുന്നത് ടെമ്പിൾ എൻട്രി, ക്ഷേത്രപ്രവേശന വിളംബരം. അടുത്തത് വരുന്നത് പാലിയ സത്യാഗ്രഹം. പിന്നെ വരുന്നത് വൈക്കം സത്യാഗ്രഹം. ഓക്കെ, ഇതാണ് ഓർഡർ. ഞാൻ ഓരോന്നിൻ്റെ ഇയർ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ അരുവിപ്പുറം പ്രതിഷ്ഠ. അരുവിപ്പുറം പ്രതിഷ്ഠ എന്താ, ശ്രീനാരായണ ഗുരുവാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ പ്രതിഷ്ഠയാണ് ഈ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നത് നെയ്യാറ്റിൻകരയിൽ. അത് എപ്പോഴാണ് നടത്തുന്നത്, 1988 ഫെബ്രുവരി 88 കേട്ടോ. അപ്പോൾ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നത് 1888 സോറി കേട്ടോ, പറഞ്ഞ മാറിപ്പോയി. 1888 എന്ത് ചെയ്യുന്നത്, അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നത്. അപ്പോൾ അരുവിപ്പുറം പ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ത്, ജാതിമേധ മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരധ്യനം ദാനമാകുന്ന മാതൃകാ സ്ഥാപനമാണിതെന്ന് എഴുതിയിരിക്കുന്ന ഏരിയ അരുവിപ്പുറത്തെ ക്ഷേത്രഭിത്തിയിലാണ്. ഇനി രണ്ടാമത്തെ കേസ് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ എന്താ ഇതിൽ വരുന്നത്, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, ക്ഷേത്രപ്രവേശന വിളംബരം. എപ്പോഴാണ് നടക്കുന്നത്, 1936. 1936 നവംബർ 12. ഡേറ്റ് വിത്ത് ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 1936 എന്ത് ചെയ്യുന്നത്, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ നടക്കുന്നത്. ശ്രീചിത്ര തിരുനാളാണ് എന്ത് ചെയ്യുന്നത്, ഈ വിളംബരം പുറപ്പെടുവിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ എല്ലാ തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവാണിത്. ഇനി ഇത് എഴുതി തയ്യാറാക്കിയത് ആരാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യറാണ് കേട്ടോ. പിന്നെ അതേപോലെ CP രാമസ്വാമി അയ്യരാണ് ഇതിനെ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ചിത്ര തിരുനാളിന്.
ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഒത്തിരി വിശേഷണങ്ങളുണ്ട്. അതിന് കേരളത്തിൻ്റെ മാഗ്ന കാട്ട എന്ന് വിളിക്കുന്ന ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാട്ട, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏതിനൊക്കെയാണെന്ന് എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട്. അതൊക്കെ ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ഇനി നമ്മൾ മൂന്നാമത്തെ പറഞ്ഞ ഏതാ? മൂന്നാമത്തത് പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹം നടക്കുന്ന എപ്പോഴാണ്? 1947-48 കാലഘട്ടത്തിലാണ്. ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് ഇത്, വൈക്കം സത്യാഗ്രഹം. അതല്ല കേട്ടോ, പാലിയം സത്യാഗ്രഹത്തിൻ്റെ കേസാണ് പറയുന്നത്. അടുത്ത 3 പാലിയല്ല വരുന്നത്, 3 പാലിയം, നാലാമത്തത് വൈക്കം. അല്ല, വൈക്കം സത്യാഗ്രഹം ആണ് ആദ്യം വരുന്നത് കേട്ടോ. ഇതിൽ ആറിൻ്റെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. 4 ആദ്യം വരും, രണ്ടാമതാണ് രണ്ടാമത് വൈക്കം സത്യാഗ്രഹമാണ് വരുന്നത്. ഞാൻ അവിടെ പറഞ്ഞ് തെറ്റിയിട്ടുണ്ട്, ഈ ഒരു ഓർഡർ അല്ല വരുന്നത്. റെഡി? അപ്പോൾ എന്താ പറഞ്ഞത്? 1858 അരുവിപ്പുറം പ്രതിഷ്ഠയാണ് ആദ്യം നടക്കുന്നത്. പിന്നെ രണ്ടാമത് വൈക്കം സത്യാഗ്രഹം കേട്ടോ. വൈക്കം സത്യാഗ്രഹം മറന്നു പോയത്. വൈക്കം സത്യാഗ്രഹം 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് രണ്ടാമത് നടക്കുന്നത്. പിന്നെ മൂന്നാമത് നടക്കുന്നതാണ് 1936 ക്ഷേത്രപ്രവേശന വിളംബരം. നാലാമത് നടക്കുന്നതാണ് ഇത് പാലിയ സത്യാഗ്രഹം. അപ്പോൾ അത് രണ്ടും നമ്മൾ ഓൾറെഡി പറഞ്ഞു. വൈക്കം സത്യാഗ്രഹം ടെമ്പിൾ എൻട്രിയും അരുവിപ്പുറവും പറഞ്ഞേ. ഇനി വൈക്കം പറയട്ടെ. വൈക്കം 1924 ആണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. അതായത് ഇന്ത്യയിൽ ഐക്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് ഈ വൈക്കം സത്യാഗ്രഹം നടന്നത്. അപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വൈക്കം. ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഇതിൽ പുല, ഈഴവ, നായർ സമുദായങ്ങളായ ഇവരൊക്കെ പേരൊന്നും ഓർത്ത് വെച്ചോ. കാരണം വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട നേതാക്കളിൽ പെടാത്തതെന്ന് ചോദിച്ചാൽ കിട്ടണം അവിടെ. പിന്നെ വൈക്കം മഹാദേവ ക്ഷേത്ര നടയിലാണ് ഇത് നടക്കുന്നത്. എവിടെയാണ് വരുന്നത്? ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിൽ. വൈക്കം മഹാദേവ ക്ഷേത്രം ഏത് കായലിൻ്റെ തീരത്താണ്? വേമ്പനാട് കായലിൻ്റെ തീരത്ത്. ഇനി ലാസ്റ്റിലത് പാലിയം സത്യാഗ്രഹം കേട്ടോ. അതാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത് 47-48 കാലഘട്ടത്തിൽ. സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം. അതായത് പാലിയം സത്യാഗ്രഹം നടത്തുന്നതിങ്ങനെ പാലിയ ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെയുള്ള ചേന്നമംഗലത്തിലേക്കുള്ള റോഡ് വഴി സഞ്ചാര സ്വാതന്ത്ര്യം നിശ്ചയിച്ചിരുന്നു. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് സത്യാഗ്രഹം നടക്കുന്നത്. സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് അതിൻ്റെ ലീഡർ എന്ന് പറയുന്നത് സി കേശവനാണ്. ഇനി ഏത് ജില്ലയിലാണ് പാലിയം വരുന്നത്? എറണാകുളം ജില്ലയിൽ. ആ കാര്യം കൂടി ഒന്ന് ഓർത്ത് വെക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റാണ് എഴുതേണ്ടത് കേട്ടോ. കറക്റ്റ് ഏതാണെന്ന് ചോദിച്ചത് വാഗ്ബടാനന്ദനായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓരോന്നായിട്ട് വായിച്ചു നോക്കാം നമുക്ക്. വാഗ്ബടാനന്ദ സ്റ്റാർട്ട് ദ ഓർഗനൈസേഷൻ നോൺ ആസ് ആത്മവിദ്യാസംഘം. ശരിയാണ്, ആത്മവിദ്യാസംഘം എന്നുള്ള വാഗ്ബടാനന്ദൻ്റെ ഓർഗനൈസേഷൻ ആയിരുന്നു. ഇനി വേദാധികാര നിരൂപണം വാസ് റിട്ടൺ ബൈ വാഗ്ബടാനന്ദ. അല്ല, വേദാധികാര നിരൂപണമൊന്നും വാഗ്ബടാനന്ദ അല്ലല്ല. ഹി ഓൾസോ സ്റ്റാർട്ടഡ് എ മാഗസിൻ നെയ്മഡ് അഭിനവ കേരളം. ശരിയാണ്, അഭിനവ കേരള അദ്ദേഹത്തിൻ്റെ ഇതാണ്. അതേപോലെ വാഗ്ബടാനന്ദ ഫേവേർഡ് ടെമ്പിൾ എൻട്രി റൈറ്റ് ഓഫ് ലോവർ കാസ്റ്റ്. താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു, പ്രവേശിക്കാൻ അനുവദിക്കണം എന്ന്. അപ്പോൾ ഇതിൽ 1, 3, 4 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. വാഗ്ബടാനന്ദനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട് കുറച്ചൊന്ന് പറയട്ടെ. ഏതൊക്കെയാണ് വരിക? 1, തത്വപ്രകാശികാശ്രമം കോഴിക്കോട് സ്ഥാപിച്ചത് ആരാണ്? വാഗ്ബടാനന്ദാണ്, 1906. അതേപോലെ ഏറ്റുമാറ്റ് എന്ന സാമൂഹിക അനാചാരം നിർത്തലാക്കാൻ ശ്രമിച്ച നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ പ്രീതി ഭോജനം നടത്തിയത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. പ്രീതി ഭോജനം നടത്തിയത് ആരാണ്? വാഗ്ബടാനന്ദനാണ്. ഓക്കെ. ഇനി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനതയ്ക്കായി വാഗ്ബടാനന്ദൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടനയാണ് ഊരാളുങ്കൽ ഐക്യ നാണയ സംഘം നടന്നത്. അതാണ് ULCCS ആയിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നത്? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടേഴ്സ് സൊസൈറ്റി ആയിട്ടൊക്കെ മാറുന്നത്. അതൊന്ന് ഓർമ്മിക്കണേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് വാഗ്ബടാനന്ദനായിട്ട് ബന്ധപ്പെട്ട്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ആർ കറക്റ്റ്? എഡ്യൂക്കേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ഇതിൽ വരിക? ഓരോന്നായിട്ട് നോക്കാം. 1, ദ ഒബ്ജക്റ്റീവ് ഓഫ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ വാസ് ടു സ്റ്റഡി അബൌട്ട് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഒന്നുമില്ല, പഠിക്കുന്നതാണ്. മുതലിയാർ കമ്മീഷൻ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സെക്കൻഡറി എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടതാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്തത് UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ വാസ് ഫോംഡ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് കോത്താരി കമ്മീഷൻ. അല്ല, കോത്താരി കമ്മീഷൻ അല്ല കേട്ടോ, രാധാകൃഷ്ണ കമ്മീഷനാണ് എന്ത് ചെയ്യുന്നത്? UGC റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് തെറ്റാണ്. ഇനി കോത്താരി കമ്മീഷൻ വാസ് അപ്പോയിൻറ്റഡ് ടു പ്രൊപ്പോസ് എ നാഷണൽ പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ. അത് ശരിയാണ്. അപ്പോൾ ഇതിൽ 1, 3 ശരിയായിട്ടുള്ള ഓപ്ഷൻ ഡി ആണ്. ഇതിൻ്റെ കേസ് എന്ന് പറയാം. ഇതിൻ്റെ കേസ് എന്ന് വെച്ചാൽ 1952 എന്ത് ചെയ്തത്? ഈ മുതലിയാർ കമ്മീഷൻ വരുന്നത്. ഓക്കെ, ലക്ഷ്മണസ്വാമി മുതലിയാറിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണ് ഇത് 1952. ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്.
കൃഷി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ നിർദ്ദേശിച്ച കമ്മീഷനാണിത് മുതലിയാർ കമ്മീഷൻ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ് സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്നതാണ് ഇത് മുതലിയാർ കമ്മീഷൻ. അതേപോലെ ത്രിഭാഷാ പാഠ്യപദ്ധതി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ്. ത്രിഭാഷാ പാഠ്യപദ്ധതി ശുപാർശ ചെയ്ത ആരാണ്? ഈ മുതലിയാർ കമ്മീഷനാണ്. അതായത് ഇംഗ്ലീഷ്, ഹിന്ദി, അതേപോലെ ഒരു മാതൃഭാഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത്. പിന്നെ ഉള്ളത് അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കാൻ നിന്ന് ശുപാർശ ചെയ്തത് ആരാണ്? ഈ കമ്മീഷനാണ്. റെഡി? ഓർമ്മിക്കണം. ഇനി അടുത്തത് 1964 എന്ത് വരുന്നത്? കോത്താരി കമ്മീഷൻ വരുന്നത്. കോത്താരി കമ്മീഷൻ. അപ്പോൾ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈ കോത്താരി കമ്മീഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷനാണിത് കോത്താരി. അതേപോലെ 10+2+3 അല്ലേ, 10 കഴിഞ്ഞിട്ട് +2, +2 കഴിഞ്ഞിട്ട് ഡിഗ്രി, ഈ മാതൃകയിലുള്ള വിദ്യാഭ്യാസ സംവിധാനം ശുപാർശ ചെയ്ത ആരാണ്? കോത്താരി കമ്മീഷൻ കേട്ടോ. അത് ഓർമ്മിക്കണേ. ഇദ്ദേഹം അഭിപ്രായപ്പെട്ട ഒരു കോട്ടുണ്ട്, ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണെന്ന് അഭിപ്രായപ്പെട്ടത് ഈ ആരാണ്? DS കോത്താരിയാണ്. അതും എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് നോക്കുക. നമുക്കിതിൽ വിട്ട ഒരാളുണ്ട്. ഏതാ? നമ്മുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്ന 1948 വന്ന ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. ഓക്കെ. അപ്പോൾ യൂണിവേഴ്സിറ്റി ഈ കമ്മീഷൻ വരുന്നത് 1948. ഇനി UGC വരുന്നത് UGC വരുന്നത് എവിടെയാണ്? 1953 ഒന്നാം പഞ്ചവത്സര പദ്ധതിൻ്റെ കാലത്താണ് UGC വരുന്നത് കേട്ടോ, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. അപ്പോൾ UGCൻ്റെ ആസ്ഥാനം നടന്നത് ന്യൂഡൽഹിയാണ്. അതിൻ്റെ ആദ്യത്തെ ചെയർമാൻ്റെ പേര് ഒന്ന് ഓർത്ത് വെച്ചോ, ശാന്തി സ്വരൂപ് ഭട്നാഗർ. ഇതൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും പഠിക്കും, ഒരു ടൈമിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കുക. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സെലക്ട് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ. 2 ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻസ് 2 ഏതാണെന്നാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 9ാമത്തേൽ ഏതൊക്കെയാണ്? ഒന്ന്, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. നമ്മൾ പഠിക്കുന്നതാണ്. അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീമിൻ്റെ പ്രത്യേകത എന്താ? എംപ്ലോയ്മെൻറ്റ് ടു അഡൽട്ട് മെമ്പേഴ്സ് ഓഫ് എവരി ഹൗസ് ഹോൾഡ് ലിവിങ് ഇൻ അർബൻ ഏരിയാസ്. അർബൻ ഏരിയാസിൽ ജീവിക്കുന്നവർക്കുള്ള എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഹു ആർ ഓൾ വില്ലിംഗ് ടു ഡു അൺസ്കിൽഡ് മാനുവൽ ലേബർ. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ. അപ്പോൾ 1 ഇതിലെന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി 2ാമത്തതോ, PM പോഷൻ ഈസ് ദ പ്രൊജക്ട് ടു എൻഷുർ ഫുഡ് സെക്യൂരിറ്റി ടു ദ പീപ്പിൾ ലിവിങ് ഇൻ റൂറൽ ഏരിയാസ്. അല്ല കേട്ടോ, PM പോഷൻ എന്നുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ടല്ല. PM പോഷൻ ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത് താഴോട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ആൻസർ ഏതാ വരിക? ആൻസർ A ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്, പക്ഷേ എന്തല്ല 2 കറക്റ്റ് അല്ല. PM പോഷൻ എന്താ? PM പോഷൻ എന്ന് പറയുന്നത് സ്കീംസ് പഠിക്കണം കേട്ടോ. സ്കീംസ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്കീംസിൽ പ്രത്യേകിച്ച് കുട്ടികളായിട്ട് ബന്ധപ്പെട്ടത്, വുമൺസ് ബന്ധപ്പെട്ടത്, ഓൾഡ് ഏജുമായിട്ട് ബന്ധപ്പെട്ടത്, അതേപോലെ ഫുഡ്, മനസ്സിലായില്ലേ, എംപ്ലോയ്മെൻറ്റ്, ഇതൊക്കെ ബന്ധപ്പെട്ടുള്ള സ്കീംസ്, പുതിയ സ്കീംസ് വരുന്നുണ്ട്, അത് പഠിക്കണം. അപ്പോൾ ഈ PM പോഷൻ എന്നുള്ളത് 2021 സ്റ്റാർട്ട് ചെയ്തതാണ്. പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മ. ഓക്കെ, അതാണ് PM പോഷൻ. അതായത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് എന്താണിത്? ഗവൺമെൻറ്റും അതേപോലെ ഗവൺമെൻറ് സ്കൂളുകളിലും കുക്ക്ഡ് മീൽ, ഓക്കെ, മീൽസ് പ്രൊവൈഡ് ചെയ്യുക, ഉച്ചഭക്ഷണം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. ഇത് വന്നതോടെ അതിന് മുമ്പുണ്ടായിരുന്ന ഒരു പ്രോഗ്രാം, അതായത് മിഡ് ഡേ ഡീൽ പദ്ധതി എന്നുള്ളത് എന്ത് ചെയ്യും? ഇതിലേക്ക് മാറി, ഇതിലേക്ക് ലയിച്ചു. അപ്പോൾ ഇറ്റ് ഹാസ് ബീൻ ലോഞ്ച്ഡ് ഫോർ ഇനീഷ്യൽ പീരീഡ്. ഇപ്പോൾ ഇതിന് ഇനീഷ്യൽ പീരീഡ് 2021, 2025, 2026 എന്ത് ചെയ്തത്? ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് കൂടിയാണ് എന്താ? ഇറ്റ് ഓൾസോ കവേഴ്സ് ദ സ്റ്റുഡൻസ് ഓഫ് ബാലവാടികാസ്. ബാലവാടിയിലെ കുട്ടികളെയും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് സ്കൂൾ ഫുഡ് മീൽ പദ്ധതിയാണ് PM പോഷൻ, അല്ലാതെ റൂറൽ ഏരിയയിലേക്കുള്ളതല്ല. അതുകൊണ്ടാണ് ഇത് തെറ്റിയത് ആ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ഈ പാർട്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ? താഴത്തെ നല്ല ഏതൊക്കെയാണ് ട്രൂ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതിൽ ഇതൊരു കറണ്ട് അഫെയർ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ചൊരു കറണ്ട് അഫെയർ ആയിട്ട് ഒരു ബന്ധമുണ്ട് കേട്ടോ. കാരണം ഇതിൽ മാറും ആൾക്കാരൊക്കെ. ഇതിൽ ആൻസർ നടന്നത് ഗൗതം ഗംഭീർ ഈസ് ഹെഡ് കോച്ച് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന ടൈമിലുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇത് മാറുമ്പോൾ നിങ്ങൾ മാറി പഠിച്ചോണം. ആ ടൈമിൽ ഇത് ഗൗതം ഗംഭീറാണ്. അതേപോലെ തന്നെ റോജർ ബെന്നി ഈസ് ദ പ്രസിഡന്റ് ഓഫ് BCCI. BCSൻ്റെ പ്രസിഡന്റ് റോജർ ബെന്നിയാണ്. 2ാമത്തത് തെറ്റാണ്. 2ാമത്തെ രാഹുൽ ദ്രാവിഡ് അല്ല, BCCIൻ്റെ സെക്രട്ടറി. ഓക്കെ, അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യം ഞാൻ പറയാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ കോമൺ ആയിട്ട് വരുന്നത് കറണ്ട് അഫെയർ ഒക്കെ മാറി വരും, അത് നിങ്ങൾ പഠിച്ചോണം. ഇനി BCCI എപ്പോഴാണ് ഫോം ചെയ്തത്? BCCI എന്ന് വെച്ചാൽ ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ കേട്ടോ. അതാണ് BCCI. 1928 ചെയ്യുന്നത് BCCI ഫോം ചെയ്യുന്നത്. റെഡി? ഇനി ഇതിൽ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയാണ്. അതേപോലെ പ്രസിഡന്റ് ഇപ്പോൾ ഉള്ള ആൾക്കാരാണ് ഇതൊക്കെ. റോജർ ബെന്നി, CEO നടന്ന ഹെമന്ത് അമിനാണ്, സെക്രട്ടറി നടന്ന ജയ്ഷ, അതായത് അവിടെ തെറ്റിയത്. മെൻസ് കോച്ച് നടന്ന ഗൗതം ഗംഭീറാണ്, വുമൺസ് കോച്ച് നടന്ന അമോൾ മസൂംദാർ.
ഓക്കെ, അത്രയാണ് 10 ക്വസ്റ്റ്യൻസ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് വേറൊരു പാർട്ടിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ.